ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രത്യേക അന്വേഷണ സംഘം പ്രതി ചേർത്ത ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീയുടെ അറസ്റ്റിനുള്ള വിലക്ക് നീട്ടി ഹൈക്കോടതി. കേസ് വീണ്ടും പരിഗണിക്കുന്ന ഈ മാസം 25 ചൊവ്വാഴ്ച വരെയാണ് ജസ്റ്റിസ് കെ ബാബു അറസ്റ്റ് തടഞ്ഞിട്ടുള്ളത്. ജയശ്രീയുടെ ഹർജിയിൽ മറുപടി സമർപ്പിക്കാൻ സർക്കാർ കൂടുതൽ സമയം തേടി. പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകുമെന്നും സർക്കാർ അറിയിച്ചു. നേരത്തെ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ഇതിന് പിന്നാലെ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. തുടർന്ന് നവംബർ 14 ജയശ്രീയുടെ അറസ്റ്റ് ഹൈക്കോടതി താൽക്കാലികമായി തടഞ്ഞു. ഈ ഉത്തരവാണ് അടുത്ത ചൊവ്വാഴ്ചയിലേക്ക് നീട്ടിയിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന SIT 4ാം പ്രതിയായാണ് മുൻ തിരുവാഭരണം കമ്മീഷണർ കൂടിയായ ജയശ്രീയെ കേസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മിനിറ്റ്സ് ഇരുത്തി 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജയശ്രീ സ്വർണ്ണപ്പാളികൾ കൈമാറിയെന്നാണ് SIT കണ്ടെത്തൽ. എന്നാൽ താൻ നിരപരാധിയാണെന്നും ഒരു തരത്തിലുമുള്ള ക്രമക്കേടുകളും നടത്തിയിട്ടില്ലെന്നുമാണ് ജയശ്രീയുടെ വാദം. 2017 ജൂലൈ മുതൽ 2019 ഡിസംബർ വരെ ജയശ്രീയായിരുന്നു ദേവസ്വം ബോർഡ് സെക്രട്ടറി. അതിനുശേഷം 2020 മെയ്യിൽ വിരമിക്കുന്നതുവരെ തിരുവാഭരണം കമ്മീഷണറായും പ്രവർത്തിച്ചു. തന്റെ 38 വർഷത്തെ കരിയറിൽ ഒരിക്കൽ പോലും അച്ചടക്ക നടപടി പോലും നേരിടേണ്ടി വന്നിട്ടില്ല എന്നും സെക്രട്ടറി എന്ന നിലയിൽ ബോർഡിന്റെ തീരുമാനമനുസരിച്ച് പ്രവർത്തിക്കുക മാത്രമാണ് ചെയ്തതെന്നും ജയശ്രീ പറയുന്നു. മോശം ആരോഗ്യാവസ്ഥയും അവർ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്.